പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ബഹ്റിനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ അതിശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള 5ാം ഫ്ലീറ്റിന്റെ ഭാഗമായിട്ടുള്ള ഷേഖ് ഈസ എയർ ബേസിന് നേരെയാണ് ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ അഥവാ കാമിക്കാസെ ഡ്രോണുകൾ പതിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ US നാവികസേനയുടെ പ്രധാന നാവിഗേഷൻ റഡാർ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നതായിട്ടും US സേന താൽക്കാലികമായിട്ട് പ്രതിരോധത്തിലായതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സൈനിക നീക്കം കഴിഞ്ഞ മാസം സിറിയയിൽ വെച്ച് US ഇസ്രായേൽ സഖ്യം കൊലപ്പെടുത്തിയ ഇറാനിയൻ വ്യോമസേന പൈലറ്റ് ബ്രിഗേഡിയർ ജനറൽ മജീദ് കമേക്കേസിയുടെ മരണത്തിനുള്ള പ്രതികാരമാണെന്നാണ് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് അടിക്ക് തിരിച്ചടി, ഞങ്ങളുടെ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന്റെ ഈ ഒരു നീക്കം. ഓരോ ദിവസം കഴിയും തോറും ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണം എന്ന് പറയുന്നത് അതിഭയാനകമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതും ബഹ്റിനിൽ ഉണ്ടായിരിക്കുന്നതും അത്രയേറെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ്. തങ്ങളുടെ അത്യാധുനിക ആരാഷ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തത് ബഹ്റിനിലെ താവളത്തിലെ നാവിഗേഷൻ ടവറുകളും ബാക്കപ്പ് പവർ ജനറേറ്ററുകളും തകർന്നതോടെ US നാവികസേന പൂർണ്ണമായിട്ടും അന്ധമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് ഇറാന്റെ പ്രധാന അവകാശവാദം. ഈ ആക്രമണത്തോടെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. ഈ ഒരു വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ചാനലാണ്. അവരുടെ വാർത്താ വിവരങ്ങളാണ് ഇത്. എന്തായാലും ബഹ്റിന് പുറമെ കുവൈറ്റിലും ജോർദാനിലെയും US താവളങ്ങൾക്ക് നേരെയും സമാനമായിട്ടുള്ള ഡ്രോൺ നീക്കങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. മേഖലയിലെ US സൈനിക സാന്നിധ്യത്തിന് നേരെ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളിയായാണ് പ്രതിരോധ വിദഗ്ധർ ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ബഹ്റിൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു US നാവികസേനയുടെ 5ാം ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഒമാൻ ഉൾക്കടൽ, ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ എന്നിവയുടെ സുരക്ഷയും ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഇപ്പോൾ ഈ ഒരു താവളത്തിൽ നിന്നാണ് US നിയന്ത്രിക്കുന്നത്. ഇത്തരം ഒരു അതിസുരക്ഷിത മേഖലയിലേക്കാണ് ഇറാൻ തങ്ങളുടെ ഡ്രോണുകൾ അയച്ച് കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഏറ്റവും മാരകമായിട്ടുള്ള ആത്മഹത്യാ ഡ്രോണുകളിൽ ഒന്നാണ് ആരാഷ് എന്ന് പറയുന്നത്. വളരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഇവയ്ക്ക് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ പ്രത്യേക കഴിവുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക പേട്രിയോട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ ഡ്രോണുകൾ ബഹ്റിനിലെ താവളത്തിന് മുകളിൽ എത്തിയത്. ഇനി ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാന്റെ ഇലക്ട്രോണിക് യുദ്ധമുറ സംവിധാനങ്ങളാണ് പ്രവർത്തിച്ചത് എന്നാണ് സൂചന. അതായത് US കമാൻഡ് സെന്ററുകളുടെ സിഗ്നലുകൾ ജാം ചെയ്യുകയും നാവിഗേഷൻ റഡാറുകളിലേക്കുള്ള കണക്ടിവിറ്റി വിച്ഛേദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഡ്രോണുകൾ കൺട്രോൾ ടവറുകളിലേക്ക് ഇടിച്ച് ഇറങ്ങിയത്. ഇതോടെ താവളത്തിലെ ആശയവിനിമയ ശൃംഖല പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ഈ യുദ്ധം ചെയ്യുന്നത് പകരത്തിന് പകരം ചോദിക്കും, ചോരയ്ക്ക് പകരം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഇറാൻ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. നാവിഗേഷൻ സംവിധാനങ്ങൾ തകർന്നതോടെ പേർഷ്യൻ ഉൾക്കടലിലൂടെയും ഹോർമുസ് കടലിടുക്കിലൂടെയും നീങ്ങുന്ന US യുദ്ധക്കപ്പലുകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ബഹ്റിൻ താവളത്തിന് കഴിയാതെയായി. അതായത് നിലം പരിശാക്കി എന്ന രീതിയിലേക്കാണ് ഇറാൻ ഈ ഒരു ആക്രമണത്തെ കൊണ്ടുപോയത്. ഇനി റഡാർ സ്ക്രീനുകൾ ബ്ലാക്ക് ആയതോടെ എവിടെ നിന്നാണ് ഈ അടുത്ത ആക്രമണം വരുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു US നാവികസേന താൽക്കാലികമായിട്ട് അന്ധമായിട്ട് ഒരു ബ്ലൈൻഡഡ് ആയിട്ട് മാറി എന്നാണ്. കേവലം കമ്മ്യൂണിക്കേഷൻ ടവറുകൾ മാത്രമല്ല ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് താവളത്തിലേക്ക് തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കുന്ന പ്രധാന പവർ ഗ്രിഡുകളും തകരാറിലായാൽ ഉടൻ പ്രവർത്തിക്കേണ്ട വലിയ ബാങ്കപ്പ് ജനറേറ്ററുകളും ഡ്രോൺ കൃത്യമായിട്ട് കണ്ടെത്തി ബോംബിട്ടിരുന്നു. ഇത് താവളത്തെ മണിക്കൂറുകളോളം പൂർണ്ണമായിട്ട് നിശ്ചലമാക്കാനും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഓഫ് ആക്കാനും കാരണമായി. ഈ ഒരു വലിയ സൈനിക നീക്കത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികാര കഥയുണ്ട്. കഴിഞ്ഞ മാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിറിയയിൽ വെച്ച് നടന്ന അതീവ രഹസ്യ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പ്രമുഖ വ്യോമസേന പൈലറ്റും ഡ്രോൺ നയതന്ത്രജ്ഞനുമായിട്ടുള്ള
ബ്രിഗേഡിയർ ജനറൽ മജീദ് കസേമിയ US-ഇസ്രായേൽ സഖ്യം വധിച്ചിരുന്നത്. തങ്ങളുടെ ഏറ്റവും മികച്ച സൈനിക കമാൻഡർമാരിൽ ഒരാളുടെ മരണത്തിന് പകരമായാണ് ഇറാൻ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന പേര് നൽകിയതും ഈ ഒരു മറുപടി നൽകിയതും. ഈ ബഹ്റൈനിലെ താവളത്തിന് നേരെ ആക്രമണം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കുവൈറ്റിലെയും ജോർദാനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയും സമാനമായിട്ടുള്ള ഡ്രോൺ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനും ഒരേ സമയം പലയിടങ്ങളിൽ പ്രതിരോധം തീർക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നതിനുമുള്ള ഇറാന്റെ വലിയൊരു തന്ത്രപരമായിട്ടുള്ള നീക്കം കൂടിയായിരുന്നു ഇത്. ആക്രമണം വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ US താവളത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അജയ്യത എന്ന അവകാശവാദം വെറും ഒരു മിഥ്യയാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. എന്തായാലും ഇറാന്റെ കരുത്ത് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. ആക്രമണ രീതികൾ മാറുകയാണ്, നിലപാടുകൾ കടുപ്പിക്കുകയാണ്. അങ്ങേയറ്റം US-ന് വലിയ പ്രഹരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു വലിയ സൈനിക വിജയത്തോടൊപ്പം തന്നെ ഈ ഒരു മനഃശാസ്ത്ര യുദ്ധം കൂടിയാണ് ഇറാൻ ഇവിടെ നടത്തുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇറാന്റെ ഡ്രോണുകളെ തടയാൻ കഴിയാതിരുന്നത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ പെന്റഗണിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ ബഹ്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ US സൈനിക മേധാവികൾ അടിയന്തര യോഗം ചേരുകയും മേഖലയിലെ താവളങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്രമണം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് എന്നുകൂടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സുരക്ഷ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ സുരക്ഷയുടെ ഭാഗത്തേക്ക് ഇറാന്റെ ഏറ്റവും ചെലവ് കുറഞ്ഞയും തങ്ങൾ സ്വന്തമായിട്ട് കൽപ്പന ചെയ്ത ഡ്രോണുകളാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അത്തരം ഡ്രോണുകളെ പോലും അവർക്ക് പ്രതിരോധിക്കാൻ അവരുടെ കോടികൾ വിലമതിക്കുന്ന പ്രതിരോധ ശക്തിക്ക് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആകെ മൊത്തത്തിൽ പരാജയമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ സുരക്ഷാ വീഴ്ച എന്നതിലുപരി ഈ ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുന്ന ഇത്തരം മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇവരുടെ പക്കലുള്ള ആയുധങ്ങൾക്ക് കഴിയുന്നില്ല, മിസൈലുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ഈ വീഴ്ച എന്നതിലുപരി ഏറ്റവും കൂടുതൽ എടുത്തു കാണേണ്ട അതാണ്. അയൺ ഡോം ചാരമാകുന്നു, അപ്പാച്ചെ ഹെലികോപ്റ്റർ ചാരമാകുന്നു, പാട്രിയോട്ട് ഉൾപ്പെടെ തകർന്നു വീഴുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ ശേഷി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. എന്തായാലും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക താവളത്തിന് നേരെ ഉണ്ടായ ഈ വെല്ലുവിളിക്ക് അമേരിക്ക വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സൈനിക തിരിച്ചടി നൽകിയാൽ അത് ഇറാനുമായിട്ട് ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുകയും ആഗോള സാമ്പത്തിക എണ്ണ വിപണികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഇനി ബഹ്റിനിലെ US 5ാം ഫ്ലീറ്റിന് നേരെ ഇറാൻ നടത്തിയ ഒരു അതിസാഹസികമായിട്ടുള്ള ഡ്രോൺ ആക്രമണം പശ്ചിമേഷ്യ വൻ യുദ്ധത്തിന്റെ നിഴൽ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ പെന്റഗണിന്റെ സൈനിക മേധാവിത്വത്തിന് മാരക പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. ഈ വെല്ലുവിളിക്ക് അമേരിക്ക ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയാൽ അത് ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക രംഗത്തെയും നിശ്ചലമാക്കാൻ പോകുന്ന ഈ ഒരു പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ വലിയൊരു സംഘർഷത്തിനാണ് തിരിതെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിരിക്കുകയാണ്. തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ കോട്ടകൾ ഭേദിക്കാൻ ഇറാന്റെ ഈ ഒരു വലിയൊരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും തങ്ങളുടെ ഈ പറയുന്നത് പോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള താവളത്തിന് നേരെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് വരും ദിവസങ്ങളിൽ അമേരിക്കയും സഖ്യകക്ഷികളും എങ്ങനെ മറുപടി നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പശ്ചിമേഷ്യയുടെ ഭാവി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഹ്റൈനിൽ ആക്രമണം നടക്കുന്ന അതേ സമയം തന്നെ കുവൈറ്റിനെയും ജോർദാനെയും പിടിവിടാതെയാണ് ഇറാന്റെ ആക്രമണം തുടരുന്നത്. ഒരു വലിയ സൈനിക തിരിച്ചടിക്കാണ് US മുതിരുന്നത് എങ്കിൽ അത് ഇറാനുമായിട്ട് ഒരു നേരിട്ടുള്ള വലിയ യുദ്ധത്തിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിന്റെ 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇവിടെ നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയത് ഫെബ്രുവരി 28-നാണ്. 28-ന് തുടങ്ങി ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത്. ഒരുപക്ഷെ ഈ ഒരു വിജയം പൂർണ്ണമായിട്ടും എടുത്തില്ലെങ്കിലും ഏറെക്കുറെ വിജയം കൈവരിച്ചിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഈ യുദ്ധം ഇറാന്റെ നിയന്ത്രണത്തിലാണ്. കാരണം ഈ ഒരു യുദ്ധത്തെ തുടങ്ങിയിട്ട് ഒന്നും തന്നെ അമേരിക്ക പറഞ്ഞ വാക്കുകൾ പാലിക്കാനോ പിടിച്ചെടുക്കാനോ ഒന്നും കഴിയാത്തതാണ് ഇറാൻ അവരുടെ വിജയമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഒരു
പറ്റം പ്രതിരോധം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പരമാധികാരം കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് ഒരു രാജ്യം നിൽക്കുകയാണ്. ആ രാജ്യത്തെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മറുരാജ്യം നിൽക്കുകയാണ്. ആ രാജ്യത്ത് ഇനി എത്ര വലിയ ശക്തിയാണെങ്കിലും അതിൽ ഞങ്ങൾ വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നിൽക്കുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് അമേരിക്ക തന്നെയാണ്.